Welcome to another super episode of Idea D4 Dance. എന്താണ് മാസ്റ്റർ അവിടേക്ക് ഇങ്ങോട്ടും ഒരു എക്സ്പ്രഷൻ ഒക്കെ കൊടുക്കൽ? GP ഇന്ന് പിങ്കും ബ്ലൂലാണ്, ജുവൽ ഇന്ന് പിങ്കിലാണ്, പ്രസന്ന ഇവിടെ പിങ്കും ബ്ലൂലാണ്. സോ എന്താണ് സംഭവം ഇവിടെ? ഇരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിങ്ക് ആണ്. ഈ പിങ്കുമായിട്ട് ഒരു ബന്ധമില്ല മാസ്റ്റേഴ്സ്. നീ വണ്ണം കുറഞ്ഞോ? ഞാൻ ഇച്ചിരി സുന്ദരിയായി മാസ്റ്റർ. അത് നമുക്കും കൂടി തോന്നണ്ടേ? ഞാൻ ചോദിച്ച ഇതിന് മാത്രം ഉത്തരം എടുത്താൽ മതി. ഒരു 3 കിലോ കൂടിയ പോലെ അല്ലേ തോന്നുന്നു? നിന്നോട് ഞാൻ ഇതേവരെ യുദ്ധം തുടങ്ങിയിട്ടില്ല. അപ്പൊ 2 കിലോ കുറഞ്ഞു. പിന്നെ GP ആദ്യം പ്രാവശ്യം ഫോർമൽ ഡ്രസ് ഇട്ടിട്ട് ജോഗിങ് ചെയ്തവൻ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. മാസ്റ്റേഴ്സ്, നമ്മൾ ഇവന്റെ ലീലാവിലാസങ്ങളൊക്കെ TV കൂടെ ടെലികാസ്റ്റ് ചെയ്യണ കണ്ട് നിവർത്തി കെട്ട് ഇദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന് അറിയിക്കാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ചില ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കാണിക്കാനാണ് ഈ വേഷം കെട്ട്. എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ എനിക്ക് ഇപ്പൊ കാണിച്ചിട്ട് കാര്യമൊക്കെ ചോദിക്കാനുണ്ട് എന്നെ കുറിച്ച്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഇങ്ങനെ പുറന്നിറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കല്ല. കെട്ടിച്ചോടാൻ പോണല്ലേ മാസ്റ്റേഴ്സ്? ജ്വല്ല നിന്റെ കല്യാണത്തെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. GPയുടെ സംഭവം അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സിനിമയിൽ പോകാൻ വേണ്ടി ഇവൻ ആഗ്രഹിച്ച പോലെ ഇവൻ കെട്ടിപ്പോകാൻ വേണ്ടി ഞാനും ഒന്ന് ആഗ്രഹിക്കുന്നത്. GP ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഒന്ന് വിളിക്കൂ. ആരാ വന്നിരിക്കുന്നത്? എന്റെ ഫസ്റ്റ് ഗേൾഫ്രണ്ട് എന്ന് പറയാം. എന്റെ അച്ഛന്റെ അനിയത്തിയാണ്, എന്റെ മേമയാണ്. ഫസ്റ്റ് ഗേൾഫ്രണ്ട്. അവിടെയും ഗേൾഫ്രണ്ട്. ഞാൻ ആദ്യമായിട്ട് സ്വീറ്റ് ഹാർട്ട് എന്ന് വിളിക്കുന്നത് ചിലപ്പോൾ മേമേനായിരിക്കും. അപ്പൊ ഒന്ന് മേമയെ വിളിക്കാം. അപ്പൊ മേമയെ വിളിക്കാം. മേമ വെൽക്കം ടു ഐഡിയ D4 ഡാൻസ്. ഇത് നോക്ക് മാം, നമ്മളൊരു ഒരുമ കണ്ടോ? പിങ്ക് പിങ്ക് മേമ. GP പറഞ്ഞ ആദ്യമായിട്ട് മേമയെ ഗേൾ ഫ്രണ്ട് എന്ന് വിളിച്ചത്. അപ്പൊ വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഈ ഗേൾ ഫ്രണ്ട് ആ ഒരു സംഭവത്തില് ഭയങ്കര താല്പര്യമായിരുന്നു. എന്താണ് മേമയുടെ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നതേ ഗേൾ ഫ്രണ്ട്സിന് ഇവനോടാണ് അട്രാക്ഷൻ. ദൈവമേ, എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ട് മേമ? സത്യം ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു കാര്യം പറയേണ്ടി വരും. ഈ ശുഖബ്രഹ്മർഷി ആണല്ലോ പരീക്ഷത്തിന് ഭാഗവത ആദ്യമായിട്ട് ഉപദേശിച്ചത്. ആ ശുഖബ്രഹ്മർഷി ഒരിക്കലും ഇങ്ങനെ ജലാശയത്തിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ സ്ത്രീകൾ അവിടെ കുളിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് യാതൊരു ലജ്ജയും തോന്നിയില്ല പറയുന്നുണ്ട്. അതേസമയം ഭാഗവത എഴുതിയ വ്യാസമഹർഷി അതിലേ പോകുമ്പോൾ സ്ത്രീകളൊക്കെ വേഗം നാണം മറച്ചു പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ എവിടെയാണ് ഏറ്റവും കംഫർട്ടബിൾ ആവുക? അവരെ വെൻ ദേ ഫീൽ ദാറ്റ് ദേ ആർ അറ്റ് മോസ്റ്റ് സേഫ് ആൻഡ് സെക്യൂർ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുതന്നെയാണ് GPയുടെ അടുത്തും പെൺകുട്ടികൾ വളരെ കംഫർട്ടബിൾ ആണ്. ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടോ, വീട്ടിൽ നിന്ന് കോച്ചി കൊടുത്ത് കൊണ്ടല്ല. ഇത് എന്റെ റേഞ്ച് അല്ല. ഈ സംസാരം എന്റെ റേഞ്ച് അല്ല. ഞാൻ തലകുത്തി നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി കൂടുതൽ പരിചയപ്പെടുത്താം. പത്മജ വേണുഗോപാൽ എന്നാണ് പേര്. സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. പിന്നെന്താണ്, വളരെ സ്വീറ്റ് ആണ്. ഫസ്റ്റ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് GP നല്ലേ വേണ്ടത്? അതെ. GPന് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട്. എപ്പോഴും ഫോണിലായിരിക്കും GP. ഞാൻ എപ്പോഴും ഒരു സെൽഫിയോ എന്തൊക്കെയോ ആയിരിക്കും. സോ പ്ലീസ് ഫസ്റ്റ് കൗൺസിലിംഗ് പ്ലീസ് GP. ഞാൻ ഡൗൺ ആയിരിക്കുമ്പോൾ ഇവൻ എന്നെ വിളിക്കേ. അപ്പോൾ ആ സമയത്ത് ആദ്യം വളരെ ഗൗരവത്തിലാവും സംസാരിക്കുക. പിന്നെ അവസാനം ഞാൻ എന്തുകൊണ്ടാണ് വിഷമായിട്ട് ഇരുന്നിരുന്നു വെച്ചാൽ അതന്നെയാവും ഏറ്റവും തമാശക്കുള്ളൊരു ഇത്. അവസാനം കുറേ ചിരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് അവസാനിപ്പിക്കും. ഒരു ക്രൂരമായ തമാശ മേമ എപ്പോഴും പറയാറുണ്ട്. മേമൻ്റെ അടുത്ത് പറയാറുണ്ട്, എടാ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നീ അവിടെ വന്നിട്ട് ബാക്കി എല്ലാവരും കറിയുമ്പോൾ നീ നോക്കിയിരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. GP, one is that both of your smile, exact same, the way you smile and all. So why is it that you took the smile from her? What about the good qualities of her? എല്ലാം എടുത്തു കഴിഞ്ഞാൽ മോശമല്ലേ? കിട്ടിയില്ല. എനിക്ക് കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് മേമയുടെ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. മേമ പട്ടാമ്പിയിലെ GP എങ്ങനെയാണ്? അതായത് ഇവനൊരു ബോൺ എന്റർടൈനറാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 4-5 വയസ്സാവുമ്പോഴേ ഇവനൊരു ജോക്കറിൻ്റെ ഒരു മാസ്കൂട്ടൻ നടക്കുന്നുണ്ട്.
അപ്പോൾ ഞങ്ങളൊക്കെ അവൻ്റെ കളി കണ്ട് ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ വീഴുന്നുണ്ട്, പിന്നെയും ഇങ്ങനെ നടക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴും ഇവൻ മാസ്ക് കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മാസ്ക് കഴിച്ച് നോക്കുമ്പോൾ എന്താ, ഇവൻ വീണിട്ട് കാലിലൊക്കെ മുറിയേക്കുന്നു, ഇവൻ കരയുക ഈ മാസ്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഹി മേക്സ് അതേഴ്സ് എൻജോയ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഹിംസെൽഫ്. അത് എന്താ പാക്കേജ് കൊടുത്തിട്ടുണ്ട്? മേമ ഇങ്ങനെ സംസാരിച്ച് എന്താ ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്? മാസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അച്ഛനെയും അമ്മയും കൊണ്ടുവന്നില്ല, മേമയാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ അങ്ങനെയാണ്. മേമ ഇവനിങ്ങനെ പുറന്നിറഞ്ഞ് നിൽക്കുന്നതിൽ വീട്ടിലാർക്ക് സങ്കടമൊന്നുമില്ല? ഇവനെ ഒന്നും കല്യാണം കഴിപ്പിച്ചൊക്കെ വിടണ്ടേ? കുറച്ചുകൂടി ഒരു കുട്ടിയല്ലേ, ഇവന്റെ ഏട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് കുട്ടിയൊന്നല്ല, വെറുതെ തോന്നലാണ് മേമ. ഞങ്ങൾ എല്ലാവരും ഉത്സാഹിച്ച് പല ശ്രമങ്ങളും നടത്തി, പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. ഇനി മേമയൊക്കെ ഒന്ന് ഉത്സാഹിക്കണം. നീ മാത്രം പട്ടാമ്പിയുടെ സൈഡ് കൂടി പോകല്ലോ കേട്ടോ, നിനക്ക് കുറെ പാറകളുണ്ട് അവിടെ. എനിക്കറിയാം. ഇങ്ങനെ ഈ കാശ് ജീപ്പിന്റെ കൊടുത്ത് തല്ലാൻ image വേണ്ടി ആളെ നിർത്തിയിരിക്കുക. പട്ടാമ്പി റോഡിൽ കിടന്ന് അപ്പ ഏറി വരും. ചില ചെറിയ കുട്ടികൾ 4-5 വയസ്സായ കുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറയും, അവരുടെ വിചാരം ജുവലായിട്ടൊക്കെ എനിക്ക് വലിയ കോണ്ടാക്റ്റ് ആണെന്നാ. അപ്പോൾ അവർ പറയാം, ഈ ജീപ്പ് ചേട്ടനെ സംസാരിക്കാൻ സമ്മതിക്കാതെ ജുവൽ ഇങ്ങനെ ചേച്ചിയോട് സംസാരിക്കരുത് പറയണം കേട്ടോ പ്ലീസ്. ഞാൻ പറഞ്ഞത് ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ഒരാഴ്ച മാറിയിരുന്നു, ജീപ്പ് ഇവിടെ കിടന്ന് തകർക്കായിരുന്നു ആ സമയത്ത്. പിള്ളേർക്ക് വേണ്ടിട്ടാ. മേമ മൊത്തം കേരളം വെയിറ്റിംഗ് ആയാലും ഒരു ക്വസ്റ്റ്യന്റെ ഇതൊരു ഉത്തരം വന്നിട്ടില്ല. ജീപ്പിന് എപ്പോഴാ കല്യാണം കെട്ടിച്ചു വിടാൻ പോകുന്നത്? നമ്മൾ പറയട്ടെ, അവൻ റെഡി ആവുമ്പോ കല്യാണം കഴിപ്പിക്കാലോ. ആരെങ്കിലും എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല കണ്ടുവച്ചിട്ടില്ല. അതൊക്കെ അവന്റെ ചോയ്സ് ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അതല്ലേ കൺഫ്യൂഷൻ മൊത്തം. ഇവരൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ പ്രശ്നം. ജിപി, നീ വേണമെങ്കിൽ നിന്റെ ഒരു ടോപ്പ് 10 ലിസ്റ്റ് പറഞ്ഞേക്ക്. ഈ 10 പേര് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് അവർ തീരുമാനിച്ചോട്ടെ. അല്ല, എന്റെ ഒരുവിധം എല്ലാ ഗേൾ ഫ്രണ്ട്സുമായിട്ട് മേമ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേമയ്ക്കും കൺഫ്യൂഷനാ അതിലാരെ സെലക്ട് ചെയ്യണം. അത്രയ്ക്കുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇനി അധികം മേമ ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി എന്റെ കല്യാണം ഇവിടെ നടത്തും. അതുകൊണ്ട് താങ്ക് യു. അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവരണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. ഇതാണ് ഇവിടുത്തെ അവസ്ഥയെങ്കിൽ. അപ്പൊ മേമ, താങ്ക്സ് ഫോർ കമ്മിങ്. ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഇരുന്ന് കാണാൻ എൻജോയ് ചെയ്യാം. ഈ D4 ഡാൻസിന്റെ ഒരു പ്രത്യേകതയായി തോന്നുന്നത്, ഇതൊരു ശരിക്കും ഒരു ഫാമിലി ഷോ മാതിരി. ഒരു ഫാമിലി പറയുമ്പോൾ എന്താ, ഫാമിലി മെമ്പേഴ്സൊക്കെ ഓരോരുത്തർക്കും അവനേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിഫറൻസസ് ഉണ്ട് ഓരോരുത്തർക്കും. പക്ഷേ ഇതിനൊക്കെ ഉപരി ഇവരെ ഒരു ഗ്രൂപ്പായിട്ട് ഫാമിലിയുടെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ D4 ഡാൻസ്. ഓരോരുത്തരും അവനവൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്യണം. ഒരു നല്ല ഫാമിലി എങ്ങനെയായിരിക്കണം അതേപോലെ. എനിക്കതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു രസമായി തോന്നിയത്. അതായത് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ അവസാനം എന്നുള്ള മാതിരിയൊക്കെയാണ് ഓരോ സ്ഥലത്ത്. ഇത് വളരെ ആരോഗ്യകരമായ രീതിയിൽ കുട്ടികളെ നന്നായിട്ട് ഗ്രൂം ചെയ്യണു, എൻകറേജ് ചെയ്യണു. വളരെ ആരോഗ്യകരമായ രീതിയിൽ നടക്കുന്ന ഒരു റിയാലിറ്റി ഷോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് മേമയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി മേമയുടെ മോന്റെ കാര്യങ്ങളിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. അതുവരേക്കും മേമയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ കാണാം. താങ്ക് യു. എപ്പിസോഡ് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചേരാ. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസുമായിട്ട് ആരാണ് വരുന്നത്? ആദ്യത്തെ പെർഫോമൻസുമായിട്ട് വരുന്നത് നിക്കറും ഷർട്ടും ഇട്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഡോക്ടർ ആഷിഖ്. ஆராரிராரோ நான் இங்கே பாட தாயனி கண்ணுறங்கு என்னோட மணி சாய்ந்து வாழும் காலம் யாவுமே தாயின் பாதம் சொர்க்கமே வேதம் நான்கும் சொன்னதே அதை நான் அறிவேனே அம்மா என்னும் மந்திரமே அகிலம் யாவும் ஆழ்கிறதே ஆராரிராரோ நான்
மடி சாய்ந்து வேறில்லாத மரம் போல் என்னை நீ பூமியில் நட்டாயே ஊர்கண் எந்த மேலே பட்டாலும் உயிர் நோகத் துடித்தாயே உலகத்தின் பந்தங்கள் எல்லாம் நீ சொல்லித் தந்தாயே பிறப்புக்கும் இறப்புக்கும் இடையில் வழி நடத்தி சென்றாயே உனக்கே ஓர் தொட்டில் கட்டி நானே தாயாய் மாறிட வேண்டும் ஆராரிராரோ நான் இங்கே பாட தாயே நீ கண்ணுறங்கு என்னோட மடி சாய்ந்து தாய் சொல்கின்ற வார்த்தைகள் எல்லாம் நோய் தீர்க்கின்ற மருந்தல்லவா காலத்தின் கணக்குகளில் சுழலாத பூமியும் நீ இறைவா நீ ஆணையிடு தாயே எந்த மகளாய் மாற மாறாரிராரோ நான் இங்கே பாட தாயே நீ கண்ணுறங்கு என்னோட மடி சாய்ந்து ആഷിഖിന്റെ പെർഫോമൻസ് കണ്ട അമ്മമാരൊക്കെ കരയാണ്. ആഷിഖ് ഇത് ചെയ്തപ്പോ അമ്മേനെ ഓർത്തോ? സ്വന്തം അമ്മേനെ ഓർത്തോ? തീർച്ചയായിട്ടും. അമ്മക്ക് പ്രാക്ടീസ് ടൈമിൽ ഓരോ പോസിന്റെ ഫോട്ടോ അയച്ചിരുന്നു. അപ്പോൾ അത് കണ്ട് ഉമ്മ പറഞ്ഞ് ആക്ച്വലി ഇന്ന് വരാൻ നിന്നതാണ്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ പേടിയാണ്, അതുകൊണ്ട് വന്നില്ല. ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയുള്ള ഒരു സൂപ്പർ ഡെഡിക്കേഷൻ ആയിരുന്നു അത്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് നീരജ് ജി, കമന്റ്സ് ഫോർ ആഷിഖ്. After a long time, towards the finale where it required, your lines were clean, your postures were correct for the contemporary portion. So that first section was nice. I like the idea of revealing the prop, the way the cloth dropped, you know. Of course, all your transitions from one pose to the other in that aerial thing. For a first second, I did not understand why the structures of a chair. You know, I thought it could have been a square. Then later on, I realized that it was a dedication to the mother, you know. So that was correctly justified and all. For the first time when you went on the chair and you came down, the landing could have been very smooth. I felt you dropping a weight. And after finishing that section, you went back into the circle. You did one step like this. So I didn't know whether it was a stag jump, it was supposed to be what kind of transition. So that was not clear for me. Apart from that, it was a nice performance. So very good. നീരജ് ജി. റിയ ജി. ആഷിഖ്, വെരി നൈസ് ആക്ട് ആഷിഖ്. സോങ് നന്നായിരുന്നു. ഐ തിങ്ക് ഡെഡിക്കേഷൻ, ആപ്റ്റ് ഡെഡിക്കേഷൻ ടു ദ മദേഴ്സ് എന്ന് പറയാം. ഷാഡോ പ്ലേയും ഇതൊക്കെ നന്നായിരുന്നു. ദ ഗ്രേവ് യാർഡ് ആൻഡ് തിങ്. സോ ഐ ലൈക്ക് യുവർ ആക്ട്. സോ ഓൾ ദി ബെസ്റ്റ്. Thank you, ma'am. റിയ ജി മാസ്റ്റർ. ആഷിഖ്, വൺസ് അഗൈൻ നിൻ്റെ വാശി നീ ഇവിടെ കാണിച്ചു. ഇറ്റ് വാസ് എ റിയലി ഡിഫറെൻറ്റ് ആക്ട്. നല്ല പോയിൻറ്റ്സൊക്കെ നിരവ് പറഞ്ഞു, അതിന് വേണ്ടി കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട. 2 things എനിക്ക് അത് ഇച്ചിരി കൂടി പോളിഷ് ആവാമായിരുന്നു. ബിക്കോസ് ഇവിടെ ഈ ഫ്ലോറിൻ്റെ ഷാഡോ പ്ലേ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന ആ സെക്ഷൻ, ചെയർ സെക്ഷൻ ഇച്ചിരി കൂടുതൽ ഫാസ്റ്റായിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇങ്ങനത്തെ ഇമോഷൻ സോങ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പെർഫോം ചെയ്തോ, ഫേസിൽ നിങ്ങൾ പാടില്ലെങ്കിൽ, ഇഫ് യു നോട്ട് സിംഗിങ്, ഇഫ് യു നോട്ട് റിയാക്ടിങ്, അതിൻ്റെ ഇമ്പാക്റ്റ് വരത്തില്ല. അത് മാത്രമാണ് എനിക്കതൊരു ഡിഫക്റ്റ് തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് ആക്ട്. മാസ്റ്റേഴ്സ്, ഇത് താങ്ക്സ് പറയേണ്ടതിൻ്റെ കൊറിയോഗ്രാഫറായ ജിനു, രാജശേട്ടൻ, എബ്രാം ചേട്ടൻ, പിന്നെ ഈ പ്രൊജക്ടറിലെ ഈ ഇമേജ് ശരത്, മൃദുൽ ആൻഡ് അഖിൽ, അവരോടാണ്. എപ്പോഴും ആഷിക്ക് വരുമ്പോൾ ഒരു ലിസ്റ്റ്, ആളുകളുടെ ഒരു ലിസ്റ്റ് കൊണ്ടല്ലേ എപ്പോഴും വരിക. കാരണം ആഷിഖിന്റെ എല്ലാ പിറകിലിരുന്നിട്ടാണ് ആൾക്കാർ ഫുൾ സ്ക്രീൻ പ്ലേ ഒക്കെ റെഡി ആക്കിയിട്ടാണ് ആഷിഖ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ.
ലിസ്റ്റിന്റെ കാര്യം മാത്രം നീ സംസാരിക്കരുത്. നിന്റെ ലിസ്റ്റ് ലിസ്റ്റ് അല്ല മാസ്റ്റർ, ഞാൻ ലിസ്റ്റിനെ കുറിച്ച് മാത്രം നീ സംസാരിക്കരുത്. GP. ഓക്കെ. സ്റ്റാർട്ടിംഗ് വിത്ത് നീരവ് ജി. 9 out of 10. Thank you, Master. Thank you, നീരവ് ജി. പ്രിയ ജി. 9 out of 10. Thank you. മാസ്റ്റർ സൈലന്റ് ആണ്. മാസ്റ്ററിന്റെ ഹൃദയത്തിൽ നിന്റെ മാർക്ക് സുരക്ഷിതമാണ്. ആക്ച്വലി മാസ്റ്റർ, എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഫ്ലോറിൽ ഡാൻസ് ചെയ്യുന്നതും ഏരിയയിൽ ഡാൻസ് ചെയ്യുന്ന ഒരു വ്യത്യാസമുണ്ട്. ഏരിയൽ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിനോട് അടുത്താണ്. അപ്പോൾ എന്തായാലും നിന്നെ ദൈവം നോക്കിക്കോളും, പേടിക്കാതെ ചെയ്യും. താങ്ക് യു ഉമ്മ, ആ ഒരു സ്പെഷ്യൽ അഡ്വൈസ് ആഷിഖിനും ബാക്കി എല്ലാവർക്കും വേണ്ടി തന്നതിന്. സോ ആഷിഖിനെ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ SMS അയക്കേണ്ട ഫോർമാറ്റ് D40 space A and send it to 56776. ഏറ്റവും കൂടുതൽ SMS അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. സോ ഡോക്ടർ നിന്റെ മടി മാറിയത് എന്തൊരു സന്തോഷം. എടാ നീ അത് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല പഠിച്ചില്ല. ഏരിയയിലൊക്കെ ആക്ട് ഒക്കെ ചെയ്തുകൊണ്ട് അത് മറന്നുപോയി എന്നുള്ളതുകൊണ്ട് ഞാൻ വിട്ടു തന്നതാണ്. അടുത്ത തവണ വരുമ്പോ ഇത് പറയണേ. ആഷിക്ക് വേണമെങ്കിൽ GPയുടെ ഡയലോഗ് ട്രൈ ചെയ്തോട്ടെ. GP ആഷിക്കിന്റെ സംഭവം ട്രൈ ചെയ്യോ? അപ്പൊ അവിടെ പോയിരിക്കും. എന്തായാലും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എന്തായാലും ജൊലു ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നമ്മുടെ പിള്ളേര് രണ്ടും കൽപ്പിച്ചൊക്കെയാണ് വന്നിരിക്കുന്നത്. രണ്ടുമല്ല, അവരെല്ലാം കൽപ്പിച്ചിട്ട് തന്നെയാണ് നിനക്കൊരു വന്നിട്ടുള്ളത്. കാര്യം അറിയോ? ഇന്ന് ശനിയാഴ്ചയാണ്. അടുത്ത സാറ്റർഡേയുടെ പ്രത്യേകത അറിയോ? അടുത്ത സാറ്റർഡേ ആണ് മക്കളെ, സാറ്റർഡേ. കാരണം അടുത്ത സാറ്റർഡേ ആണ് ഫിനാലെ. അപ്പോ അടുത്ത സാറ്റർഡേ അറിയാം ഈ ഇരിക്കുന്ന 5 പേര് 50 ലക്ഷം ആർക്ക് കിട്ടുമെന്ന് അടുത്ത സാറ്റർഡേ അറിയാം. ലക്ഷത്തിന്റെ കണക്ക് മാത്രമേ ഓർമ്മയുള്ളൂ. അങ്ങനെയല്ല, കുട്ടികളെ നോക്കൂ, പിന്നെ ഒരു കറുത്ത ട്രോഫി, എനർജി കൊടുക്കൂ. എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ റെമൻഡേഷൻ എത്ര കിട്ടി? എന്തൊരു വിനയം, എന്തൊരു എളിമ. ഐശോ എനിക്ക് വയ്യ. മാസ്റ്റർ എന്തിനാണ് മാസ്റ്റർ എന്നെ കരയിപ്പിക്കുന്നത്? എടാ 50 ലക്ഷം മാത്രമല്ല, അത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ട്രോഫി ഉണ്ടല്ലേ കറുപ്പ് കളറില്, അതെനിക്ക് ഏതായാലും അവിടെ കിട്ടിയില്ല. നമുക്കപ്പൊ എന്തായാലും നമ്മുടെ ഫൈനൽസിലുള്ള ഒരു കിടിലൻ പെർഫോമൻസിന് വേണ്ടി വരുന്നത് ചെലങ്കയൊക്കെ ഇട്ട് തുടങ്ങി. അടുത്ത പെർഫോമറിനെ വിളിക്കാൻ അങ്ങനെ കിളിക്കൊണ്ടിരിക്കുന്ന ഒന്നുകൂടെ കിളിക്കൂ. അതുപോലെ വെൽക്കം സ്വാതി. ഈ സ്വാതിയുടെ അമ്മ ഇവിടെ വരുന്നത് ഇതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ സംസാരങ്ങൾ, ഇവരുടെ വീട്ടിലെ വിശേഷങ്ങൾ, അമ്മ പഠിപ്പിക്കുന്നത്. അതെ, അപ്പൊ ഈ അമ്മ മാത്രല്ല, വീട്ടിലെ ഒരുപാട് രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും സംഭവ വികാസങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പൊ ഇവരുടെ വീട്ടുകാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളിപ്പോ ചെറിയ പ്രൊഫൈൽ വീഡിയോ കാണുകയാണ്. സോ ഇതാണ് സ്വാതിയുടെ യഥാർത്ഥ കഥ. എൻ്റെ പ്രിയപ്പെട്ട രമ്യയ്ക്ക്, നീ എനിക്ക് എഴുതിയ കത്ത് എനിക്ക് കിട്ടി. ഐ എം സോ ഹാപ്പി ടു ഹാവ് എ ഗ്രേറ്റ് ഫാൻ ലൈക്ക് യു. ഞാൻ ജനിച്ചത് യമൻ എന്ന രാജ്യത്താണ്. 1ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. ഞാനിപ്പോൾ മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. ഞങ്ങൾ തമിഴ് ബ്രാഹ്മൺസ് ആണ്. അച്ഛൻ ശ്രീരാം. അച്ഛനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അമ്മ വിദ്യ. അമ്മയെ ഫ്ലോറിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ. അമ്മ ഒരു അഡ്വക്കേറ്റ് ആണ്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, എന്റെ ചേച്ചി സ്വർണ. എന്നെ ഡാൻസിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും എന്റെ ചേച്ചിയാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻസിഡൻ്റ് ആണ് ഐഡിയ D4 ഡാൻസിലെ സെലക്ഷൻ. ലൈഫ് ആകെ ചേഞ്ച് ചെയ്തു.
ദിവസവും ഓരോ റൗണ്ടിലേക്കുള്ള ഡാൻസ് പഠിത്തം, വീട്ടിൽ വന്നാൽ അതിൻ്റെ റിഹേഴ്സലും. കളരി പഠിച്ചതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ 5 പേർ ഫൈനലിൽ, ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം. കോമ്പറ്റീഷൻ ഇസ് റിയലി ടഫ്. ഇപ്പോൾ ടെൻഷൻ ശരിക്കും കൂടി. ഞാൻ നിനക്ക് വാക്ക് തരുന്നു. I'll do my best. With lots of love, Swati. ലവ് ലെറ്റർ അല്ല, സ്നേഹമില്ല. അപ്പൊ അത് എഴുതിയപ്പോ ഉണ്ട് ഒരു ലവ് ഇല്ലാത്ത ലെറ്റർ എഴുതും. അല്ല, പിന്നെ ലവ് ഉണ്ട്, അതൊരു ലെറ്ററുമാണ്. അപ്പൊ പിന്നെ ലവ് ലെറ്റർ പറഞ്ഞത്. പക്ഷെ അത് എഴുതിയത് ഒരു പെൺകുട്ടിക്കാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ അതെന്തുകൊണ്ട് ലവ് ലെറ്റർ ആവില്ല? ലവ് ഉണ്ട്, ലെറ്റർ ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് ലവ് ലെറ്റർ ആവൂല? ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. എന്ത്? അമ്മ ഡാൻസ് ചെയ്യണമെന്നോ? ശരിയല്ലേ? പിന്നെ ജീപ്പിയുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും വീഡിയോ? അയ്യോ, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഡാൻസിലേക്ക് പോവാം അല്ലേ, പെർഫോമൻസിലേക്ക് പോവാം അല്ലേ? ഇങ്ങനെ ചിരിച്ചിട്ട് തലയിട്ടിരുന്ന മതിയോ? ഓൾ ദി ബെസ്റ്റ്.
ഡാൻസ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടെ പോയിട്ട് ആരെയോ ചീത്ത നിന്നെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ. ഛേ, പോടാ, വാ, എന്താ ഇത് പറഞ്ഞത്? ജിപി, ഒരു ക്ലാസിക്കൽ പഠിച്ചവൻ നീ തന്നെ അങ്ങനെ ജതിനെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഇൻസൾട്ട് ചെയ്തില്ല, ഞാൻ അവളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയാണ് എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ ചോദിച്ചാ എന്ത് ചീത്ത വിളിച്ച് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത്? മാസ്റ്ററെ, അയ്യോ ഇവിടെ ഇത്രയും കാലം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്ത മാസ്റ്റർ ഇപ്പൊ ഒരു കലയെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. എക്സ്പ്ലെയിൻ ചെയ്യും. ജതിയായിരുന്നു. എന്തായിരുന്നു? ജതി കഥക്കിൽ അങ്ങനെയാണ്, വന്ന് പാടും എന്നിട്ടാണ് വന്ന് കളിക്കുക. മനസ്സിലായ? അതുപോലെ ഞാൻ നിന്നെ പോലെ ചെറിയ ഭാഗം ചെയ്തു, എനിക്ക് പറ്റുന്ന അത്രയും. ശ്വാസം പോയതിന്റെ ഇടയിൽ ഇച്ചിരി ചെറുതായിട്ട് ലേശം കുറച്ച് ഇല്ലേ? സോ നമുക്ക് കമന്റ്സിലേക്ക് കടക്കാം. സ്വാതിയുടെ കഥക് പെർഫോമൻസിന് സ്റ്റാർട്ടിംഗ് വിത്ത് നീരജ് ജി. First of all, very nice costume. താങ്ക് യു. Good song selection. I like the element of using live bowl while and then performing it. That idea was nice. I felt throughout the song the content of the lyrics could have been more, so you get more room to express. That was one. Second thing, while doing chakkars, the first turn the arms were correct. Then second turn the arms kept on going smaller and smaller when you went on chakkars. So that one thing which I felt in your arms. And at couple of places in terms of bowl, you know, da dhina. So it was 1 2 3 1 2 3. So I just felt that choreography you just did 1 2 1 2. So that beat was so prominent. So at couple of places I thought the choreography could have just matched the beat. But as a performance overall, you performed really well because that's your forte. So good job on that. താങ്ക് യു മാസ്റ്റർ. Swati, song selection was nice. Kathak. താങ്ക് യു. ഫസ്റ്റ് ടൈം ആണോ കഥക് ട്രൈ ചെയ്യുന്നത് അല്ലേ? എക്സ്പ്രഷൻ പറയേണ്ട ആവശ്യമില്ല. സ്വാതി ഈസ് റിയലി ഗുഡ് Thank അറ്റ് you. എക്സ്പ്രഷൻസ്. ആക്ട് നന്നായിരുന്നു. യുവർ കോസ്റ്റ്യൂം ഇസ് നൈസ്. സോ ഐ ലൈക്ക് ഇറ്റ്. നീ നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. പ്രിയ ജി, മാസ്റ്റർ. സ്വാതി, യെസ് മാസ്റ്റർ. ഇങ്ങ എന്ന പണ്ണായി? കഥക്. ഏഹ് കഥക്. എന്നതേ കാത്ത കഥക്. നിന്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സോങ് റിയലി ബ്യൂട്ടിഫുൾ. അതേപോലെ ടുവേർഡ്സ് ദ എൻഡ് ആ എക്സ്പ്രഷൻ ലിരിക്ക് വരുമ്പോൾ കാഹെ ചേടെ മുറ ആ എക്സ്പ്രഷൻ്റെ സെക്ഷൻ വാസ് റിയലി ഗുഡ്. പിന്നെ ഇവിടെ വന്നൊരു സ്റ്റെപ്പിൽ ദിദിത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ ഗ്രേസ് വാസ് റിയലി ഗുഡ്. താങ്ക് യു മാസ്റ്റർ. ഇതുവരെ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്ത എല്ലാ ക്ലാസിക്കൽ ഡാൻസും ഭയങ്കര ക്ലീൻ ആയിരുന്നു. പക്ഷെ ഇന്ന് ആ ക്ലീൻനെസ് ഞാൻ കണ്ടില്ല. കഥകൾ നമ്മൾ ഹെഡിൻ്റെ ഒരു കട്ടും ഉണ്ടാവും. ദറ്റ് ഹെഡ് കട്ട് വാസ് നോട്ട് ദെയർ ഇൻ യുവർ കഥക് സ്പിൻ. ബട്ട് എക്സ്പ്രഷൻ മൈൻഡ് ബ്ലോയിങ്. താങ്ക് യു മാസ്റ്റർ. So thank you, master. Neerav ji, marks for Swati. I'll give you 8 out of 10. താങ്ക് യു മാസ്റ്റർ. Thank you, Neerav ji. Priya ji. സ്വാതി 8 out of 10. താങ്ക് യു മാം. കഥക്കിലാണത് പോക്കറ്റിലായത്. വാവ്. ആ കഥക്കെടുത്ത് പോക്കറ്റിലിട്ടു. അതെ. അപ്പൊ സ്വാതി, ആ ജതിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐഡിയ പോപ്പുലർ ഡാൻസർ അതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പറയൂ. എന്നെ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആക്കാൻ SMS ചെയ്യേണ്ട ഫോർമാറ്റ് D4D/C2567776. മാസ്റ്റേഴ്സ്, നമ്മളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിനിടയിൽ മിസ്സായി പോയി. നമ്മൾ മറന്നുപോയി. പക്ഷെ നമ്മൾ മാപ്പ് ചോദിക്കുന്നു. സ്വാതിയുടെ ബർത്ത്ഡേ ആയിരുന്നു മാസ്റ്റർ. അപ്പൊ belated birthday wishes സ്വാതി. October 27th. October 27th. അത് മാത്രമല്ല, ഒരാൾ പറയാണ് D4D ഫാമിലിന്ന് ഒരാളും എന്നെ വിളിച്ച് വിഷ് ചെയ്തില്ല എന്ന് വരെ ഒരാൾ പറഞ്ഞു. ആര്യ ചേച്ചി മാത്രം. ആര്യ ചേച്ചി മാത്രം. Belated happy birthday Swati. ഹാപ്പി ബർത്ത്ഡേ. ബിലേറ്റഡ് ഹാപ്പി റിട്ടേൺ സ്വാതി കുട്ട. താങ്ക് യു. അങ്ങനെ Belated happy birthday, Swati. Thank you. ഇതൊക്കെ കൊടുത്തു വിടണ്ടേ? കനായിട്ട് നമ്മള് ഒരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? അതെ, ഗിഫ്റ്റ് എടുത്തേക്കല്ലേ. സ്വാതിക്കുള്ള ഒരു ഗിഫ്റ്റ് കൊണ്ട് ഞാൻ ഇപ്പൊ വരാം. Close your eyes, Okay? Swati. ഓ എന്താ സന്തോഷം. അതാ വിളിക്കുന്നു നീരവ് ജി. Close your eyes. Happy returns of the day Swati. എടാ നമുക്ക് രണ്ടും കൂടി പറയാം. 3 4 3 4 എന്താ പറയുന്നത് ആദ്യം തീരുമാനിക്കും. മെനി മോർ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ മതി. ഓക്കെ 3 4 ഹാപ്പി ബർത്ത്ഡേ സ്വാതി. ജഡ്ജസ് മാത്രം ഷൈൻ ചെയ്താൽ പോലും. അതെ അതെ. അപ്പൊ ഇനി ഇത് ഇവിടുന്ന് പൊളിച്ചിട്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടി പങ്കുവെച്ചിട്ടാണോ പോകുന്നത് അതോ ഇത് കൊണ്ട് പോവാണോ? അത് വേണ്ട. അയ്യടാ, ഇവിടെ ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരും കിട്ടണം. സ്വാതി ഓപ്പൺ ചെയ്യട്ടെ. സ്വാതി പൊട്ടിക്കോ. ആ ഇതൊരു നിങ്ങൾ വേണമെങ്കിൽ ചായ ഒക്കെ കുടിച്ച് വന്നോളൂ. ഇവിടെ പൊട്ടിക്കുന്നതിന്റെ സ്പീഡ് വെച്ചിട്ട് ഇപ്പൊ അടുത്തൊന്നും തീരും തോന്നുന്നില്ല.
ഒരു ഒന്നാം തരം പെയിന്റിംഗ് ചിത്രകാരിയാണ് അതിനു വേണ്ടി സ്പെഷ്യൽ ഒരു ആർട്സ് വാട്ടർ കളർ വെറുതെ ഒരു 4-5 സൈസിലുള്ള ഒരേ കുറെ ബ്രഷുകൾ പിന്നെന്താണ് ഓയിൽ കളർ പാലറ്റ് പല പല ബ്രഷുകൾ അത് കാലുകൊണ്ട് ഒരു പടം വരയ്ക്കാം നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇനി കാലുകൊണ്ട് വേണ്ട കൈ കൊണ്ട് പടം വരയ്ക്കാനുള്ള വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഒക്കെ ഓരോ ഫോട്ടോ ഇങ്ങനെ വരച്ച് കളിച്ചോളൂ. എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഓക്കെ. സന്തോഷമായോ? അന്നാ മൈക്കിൽ പറയൂ സന്തോഷമായി. സന്തോഷത്തെക്കാൾ കൂടുതൽ നാണമായി വാട്ടർ കളർ കിട്ടിയത്. പോയിരിക്കും. താങ്ക് യു. അവിടെ ഒരാൾ ക്ഷമ കെട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താണ് എന്നെ വിളിക്കാത്തത്? അങ്ങനെയല്ലോ ഫൈനൽസ് എത്തിയവരുടെ അജാസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിപ്പോട്ടെ. മൈക്കൊക്കെ എടുത്തതിനെ പറഞ്ഞ അജാസ് എന്താ മൈക്കോ ഞാൻ 50 ലക്ഷം എടുക്കാൻ പോകുന്ന ഞാൻ ഇനി മൈക്ക് ഞാൻ ചിരിക്കണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് വെൽക്കം നീ വീട്ടിൽ ഇതുപോലെ തന്നെയാണോ? അത്രയും വികൃതിയാണോ? കുറച്ചൊന്നും അല്ല, ഭയങ്കര വികൃതിയാണ്. ഭീകരനല്ലേ? ഭീകരനാണ് ഇവൻ. അപ്പോ ഈ ഭീകരന്റെ വിശേഷങ്ങൾ, വീട്ടിലെ കഥകൾ, ഇവരുടെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. സോ ദിസ് ഇസ് അജാസ്. ഇത് ഡാൻസിനെ സ്നേഹിക്കുന്ന ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ കഥ. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അജാസ് എന്ന കുട്ടിക്ക് ഡാൻസിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അജാസിന്റെ ഡാൻസിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയ ബാപ്പ അവനെ ഒരു ഡാൻസ് സ്കൂളിലാക്കി. അവനവിടെ കൊണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യുമോ ഇല്ലെന്നുള്ളത്. ഞാൻ ഒരു ഫസ്റ്റ് ഡാൻസ് മൂവ്മെൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവനിലുള്ളിൽ ഒരു നല്ലൊരു ഡാൻസറുണ്ടെന്ന്. 1 2 3 4 5 6 7 8 ഗുഡ് ആപ്പ് തന്നെ. അതുപോലെ കൊറിയോഗ്രാഫർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ഡാൻസ് പഠിപ്പിച്ചാലും ശരി തന്നെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ടയർഡായി നിർത്താം എന്നൊക്കെ പറയും. പക്ഷേ അജാസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല. എത്ര രാത്രി വേണമെങ്കിലും ഉറക്കം കഴിഞ്ഞ് നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ വെളുപ്പിനെയൊക്കെ പ്രാക്ടീസിന് പോകണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് വരികയും അതനുസരിച്ച് ചെയ്യാനൊക്കെ തയ്യാറുള്ളൊരു കൂട്ടത്തിലുള്ളതാണ്. അതാണ് അജാസിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ആ സമയത്താണ് ഞാൻ D4 ഡാൻസ് എന്ന ഷോയെക്കുറിച്ചുള്ള പരസ്യം കാണുന്നത്. 10-35 മധ്യപ്രായമുള്ള മികച്ച നർത്തകർക്ക് സുവർണാവസരം. അജാസിന് D4 ഡാൻസിൽ ഒരു എൻട്രി കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. D4 ഡാൻസിലെ അവൻ്റെ സെലക്ഷൻ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റായി മാറി. For me, this was an international performance. മിന്നിച്ചുകൾ. അയ്യോ അജാസെ, എനിക്ക് ദൈവം ഏതോ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് മോനെ. D4 ഡാൻസിലെ ഓരോ കണ്ടസ്റ്റൻസും ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഓരോ പെർഫോമൻസും നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ അതിലെ ഓരോ കൊറിയോഗ്രാഫി ആണെങ്കിലും ശരി, കോസ്റ്റ്യൂംസ് ആണെങ്കിലും ശരി, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും ശരി ഒരുപാട് ചിലവുണ്ട്. അത് തന്നെയാണ് അജാസിൻ്റെ ബുദ്ധിമുട്ട്. അജാസിൻ്റെ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ഇത്തിരി ബാക്കിലോട്ടാണ്. പിന്നെ അജാസിൻ്റെ ഓരോ കഴിവുകളും അവൻ്റെ അർപ്പണബോധവും അവൻ്റെ ഡാൻസിനോട് ഇഷ്ടവും കണ്ടിട്ടാണ് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തിച്ചത്. D4 ഡാൻസിൽ ഇനി 2 സ്റ്റേജും കൂടെ ഉള്ളു, ഫൈനലും ഗ്രാൻഡ് ഫിനാലയും.
അത് എന്ത് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ശരി തന്നെ ഞാനും അജാസും അത് നല്ല രീതിയിൽ ഞാൻ പെർഫോം ചെയ്യും. അതിൽ എന്തെങ്കിലും ഒരു പ്രൈസ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ ഞാനത് പരിശ്രമിക്കും. സ്വപ്നമേ തുടവാ. ഈ പ്രൊഫൈൽ കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നി? ഒന്നും തോന്നിയില്ല. അജാസിനൊന്നും തോന്നി. നിന്റെ പ്രൊഫൈൽ ആരാ ഷൂട്ട് ചെയ്ത്? വിനോദേട്ടൻ. നല്ല സ്ക്രീൻ പ്ലേ, നല്ല പ്രസന്റേഷൻ, ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു വിനോദേട്ടൻ. ഈ വീഡിയോ കണ്ടപ്പോൾ നിന്റെ മേലെ ഇച്ചിരി കൂടി ഒരു അയ്യോ പാവല്ലേ ഈ കൊച്ചിന് പറഞ്ഞ ഒരു പാവം തോന്നി. പക്ഷെ നീ ശരിക്കും പാവം ഇല്ലല്ലോ. ആ GP ചോദിച്ചാൽ മതി, അവന് GP എത്ര ടോർച്ചർ. കമന്റ് ഇപ്പൊ പറയുമ്പോ അജാസിന്റെ എക്സ്പ്രഷൻ കണ്ടോ, എത്ര ഒരു പാവം, അയ്യോ ഒന്നും അറിയില്ല, ഭയങ്കര പാവം പോലെ തോന്നുന്നു. മുഖങ്ങളാണ് ഇവന്. അജാസിന്റെ പല മുഖങ്ങൾ കണ്ടത് GP മാത്രമാണ്. മുഖം മാത്രമല്ല മാസ്റ്റർ, നല്ല ഇടിയും കൊണ്ടിട്ടുണ്ട് GP. നമ്മുടെ നിയാസ് മാസ്റ്ററിന് ഒരു കൈയടി കൊടുക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. ഫൈനൽസിൽ നെക്സ്റ്റ് പെർഫോമൻസ്. ആർ യു റെഡി? റെഡി 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 റെഡി. ഐഡിയ D4 ഡാൻസിൽ ഒന്നാം സമ്മാനം 50 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. An idea can change my life. ആരാത്? ഞാനാ അജാസ്. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് തരട്ടെ പോലെ. I love you. I love you. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഇണം നീയാണ്. കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഇണം നീയാണ്. കാണാതെ കണ്ണിൽ വിരിയുന്ന ചിത്രം ആ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ നീ ഒരു റോസ് കൊടുത്തല്ലേ? കൊടുക്കും. GP സൂക്ഷിച്ച് ഒരു പിടിവിട്ടാൽ എന്റെ മോനെ. എന്താ മോനെ? പിന്നെ പിന്നെന്താണ്? ഇങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യണം. GP പഠിച്ചോ? പഠിപ്പിച്ചു തരണം കേട്ടോ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ. അതെന്താ പറ്റില്ല? കാരണം ഒരുപാട് ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളത് പറ. അജാസ് എന്താ പറഞ്ഞത്? ഈ ചേട്ടന് ഒരുപാട് റോസാപ്പൂ കൊടുക്കേണ്ടി വരും.
മാസ്റ്റർ എത്രയും പെട്ടെന്ന് നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കടന്നിട്ട് ഇവരെ എത്രയും വേഗം ഇവിടുന്ന് ഒഴിവാക്കാം. ജിപി ഇത് കണ്ട അസൂയപ്പെട്ട് അതിന് ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും A for Ajaz എന്ന ഈ പെർഫോമൻസിന്റെ കമന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം ഫ്രം നീരവ് ജി. The variations were nice. What I felt the last portion, the last song was the best in terms of your lyrical. That was the best part in all the performance 3. The dedication was nicer. Then I would rate the dedication to Prasanna Master was this. And then the third last dedication is just that I felt because you tried taking a song and did a little bit of Garba folk steps, which was not, the energy was missing there. And lyrical is more softer and smoother, where it's not about the energy, it's about the feel, which you rightly had it. So I felt your performance went this, and this. Okay, so that's the thing. I wish you all the best. Thank you, Master. Ajaz, first of all, Rosna, thank you very much. വെൽക്കം. പ്രിയാജി റോസ് മാത്രല്ല 3-4 പ്രാവശ്യം ഐ ലവ് യു ഒക്കെ പറഞ്ഞായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് പ്രിയാജി ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായിരുന്നു? ഐ ലവ് യു എങ്ങനെയായിരുന്നു അജാസ്? അതാരെ പഠിപ്പിച്ചു കൊടുത്തു നിനക്ക്? നിയാസ് മാസ്റ്ററും ശ്യാം ചേട്ടനും നിയാസ് മാസ്റ്ററുമാണ് ഈ ഐ ലവ് യു മൊത്തം ഇവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അജാസ് ആക്ട് ആസ് സച്ച് എൻട്രി നന്നായിരുന്നു. പക്ഷെ ഐ വിഷ് ആരാണത് അജാസ് എന്ന് പറയുമ്പോൾ ഐ വിഷ് യു കുഡ് ഹാവ് സെഡ് അജാസ്. അപ്പോൾ ഇത് ഇന്നും കുറച്ചുകൂടെ ഒരു ഇറ്റ് വുഡ് ഹാവ് ഒരു പ്ലസ് ആയിരിക്കും ആക്ടിൽ. ഓവറോൾ സോങ് സ്റ്റാർട്ടിങ് വിത്ത് പ്രസന്നയുടെ ഒരു ഡെഡിക്കേഷൻ നന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നന്നായി കലങ്ങിയില്ല, അതൊന്ന് വൺസ് മോർ അതൊന്ന് ചെയ്യുമോ? അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഒന്നുകൂടെ കലക്കിയിട്ട് ഒരു ഗ്ലാസ്. ഐ തിങ്ക് അവിടെയൊക്കെ എക്സ്പ്രഷൻസ് റിയലി നൈസ് ആൻഡ് ക്യൂട്ട് അജാസ്. ഈ ആക്ടിൽ ഐ തോട്ട് ഇത് മൂന്നാമത്തെ പാട്ടായിരുന്നു വാസ് ദ ബെസ്റ്റ്. സോ ഓൾ ദി ബെസ്റ്റ് അജാസ്. താങ്ക് യു പ്രിയാജി. മാസ്റ്റർ അജാസ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ദ ഡെഡിക്കേഷൻ. ഇത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാട്ടാണ്. ചിങ്ങമാസം സോങ് ഞാൻ ഒരു ആക്ച്വലി വെറൈറ്റി എതിർപ്പാൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. സ്റ്റെപ്സ് ആ സ്ഥലത്ത് ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം കലക്കി കിടിലമായിരുന്നു. ആ മൊമെൻറ്റും ഫസ്റ്റ് ആദ്യത്തെ 2 പാട്ടിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. താങ്ക് യു മാസ്റ്റർ. നീരവ് ജി, മാർക്സ് ഫോർ അജാസ്. I'll give you 7 out of 10. താങ്ക് യു നീരവ് ജി. അജാസ് 8 out of 10. താങ്ക് യു പ്രിയാജി. ഒരു വഴിയില്ല. സോ ഫൈനൽസിലെ സെക്കൻഡ് പെർഫോമൻസും കഴിഞ്ഞ് നിൽക്കുകയാണ്. അജാസ് പറഞ്ഞു. ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയി തിരഞ്ഞെടുക്കാൻ SMS the ഫോർമാറ്റ്സ് D4D സ്പേസ് F send it to 56776. നീ ഒന്നുകൂടെ ഉണ്ടല്ലോ, ഞാൻ പറയാറില്ല. അല്ല നീ പറ. അല്ല അത് ചേട്ടൻ പറഞ്ഞാ മതി. ഏറ്റവും കൂടുതൽ SMS അയക്കുന്നവരും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് അടിച്ച 3 പറഞ്ഞു. അല്ല അങ്ങനെ പറയില്ലേ, കറക്റ്റായി പറ. ഒരു തവണ ഏറ്റവും കൂടുതൽ SMS അയക്കുന്ന ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. ഇനി അജാസ് നിങ്ങൾക്ക് മുമ്പ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ സൂപ്പർ ഫിനാലേക്ക് നമ്മുടെ ഗ്രാൻഡ് സ്റ്റേജിലായിരിക്കും. നേരത്തെ പറഞ്ഞ ഞെട്ടൽ ഇപ്പോഴാണ് വന്നത്. അവിടെ പോയിരിക്കട്ടെ. അജാസ്, നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തരാം. പക്ഷെ എനിക്കൊരു ചെറിയൊരു പണി ചെയ്ത് തരണം. നീ എന്താ? ജ്വൽ ചേച്ചിന്റെ ഫോണിന്റെ പാസ്വേഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്ക്. എടാ നിന്നെ കൊണ്ട് സാധിക്കും, നീ ശ്രമിച്ചാൽ സാധിക്കും. ഇതൊന്നും നല്ല സ്വഭാവമല്ല. പേടിയുണ്ടല്ലേ? എന്തായാലും നീ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിലും നമുക്ക് ആ താടിക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ എനിക്കുള്ള ചീത്ത പേര് മാറി കിട്ടുമല്ലോ. നീ അതിനേക്കാളും ട്യൂബ് ലൈറ്റാ. താടിക്കാരൻ എനിക്ക് താടി ഉണ്ടല്ലേ. ആ താടി ഞാൻ കണ്ടിട്ടേ. ആഗ്രഹം മനസ്സിലങ്ങ് വെച്ചാൽ മതി മാസ്റ്റർ. ശരിയാവില്ല നമുക്ക് പെട്ടെന്ന് പിള്ളേരെ മാസ്റ്റർ പറഞ്ഞതനുസരിക്കരുത്. ഡാൻസ് മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ. നമുക്ക് എന്തായാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ വിളിക്കാൻ. ടെൻഷൻ അടിച്ചിരിക്കേണ്ട. ആഷിഖ് പ്ലീസ്. ജിപി, ക്ലാസ്മേറ്റ്സിൽ ഒരു പാട്ടുണ്ടല്ലേ, നരേൻ ഇങ്ങനെ ഗിറ്റാർ വായിച്ചിട്ട് പാടില്ലേ, എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല താടിക്കാരനത്ര ഒരു ക്ലൂ തന്നിരിക്കുക. ഈ ലോകത്ത് താടിയില്ലാത്ത എത്ര കുറച്ച് ആൾക്കാരാണ് ഉള്ളത്. ഫിനാലേക്ക് കൊണ്ടുവരൂ. അല്ല എന്നാലും എടാ അത് പറഞ്ഞപ്പോഴാണ് ഫിനാലേക്ക് നിനക്ക് കുറെ ഗസ്റ്റുകൾ വരുന്നുണ്ട്. നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ കുറെ സംഭവങ്ങൾ സംഭവിച്ച സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. സുമേഷ് ചേട്ടനാണെങ്കിൽ എനിക്ക് കാണണ്ട. അപ്പൊ നീ താടിക്കാരനെ കൊണ്ടുപോവാ ഫിനാലയിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ. അവര് അവിടെ എത്ര ആകാംക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യുന്നു. നാണം വന്നു എനിക്ക് മാസ്റ്റർ
ഇവിടെ ഒരാളെ എന്റെ താടിക്കാരാ. അപ്പൊ സൈലന്റ് ജഡ്ജ് ആയിരിക്കുന്നത് ഇന്നത്തെ പ്രസന്ന മാസ്റ്ററാണ്. പ്രസന്ന മാസ്റ്ററാണ് നിങ്ങളുടെ ഇതുവരെ വെളിപ്പെടുത്താത്ത മാർക്കുകൾ വെളിപ്പെടുത്താൻ പോകുന്നത്. ആഷിഖ്, 2 ജഡ്ജസും നിങ്ങൾക്ക് 9 ഉം 9 ഉം കൊടുത്തിട്ടുണ്ട്. സ്കോർ 18. എത്ര കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്? 9. ഉറപ്പാണോ? കോൺഫിഡൻ്റ് ആണോ? Yes. ഓക്കെ, ബട്ട് ഐ എം വെരി സോറി. ഐ എം ഗിവിംഗ് യു 9 out of 10. യുവർ ടോട്ടൽ ഇസ് 27. താങ്ക് യു മാസ്റ്റർ. അടുത്ത ആൾ. 2 ജഡ്ജസും നിങ്ങൾക്ക് 8 and 8 കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു 7. Thank you, Master. ഓക്കെ, ആൻഡ് യുവർ ടോട്ടൽ ഇസ് 24. അപ്പൊ അടുത്ത ആള് അജാസ്. സ്വാതി ഹാപ്പിയാണോ? മാത്സ് കറക്റ്റ് ആണോ? അല്ല. പിന്നെ ചോദിച്ചൂടെ എങ്ങനെ 24 വന്നു? എങ്ങനെ 24 ആയി? നിന്റെ ബർത്ത്ഡേ മിസ്സായി, അതിനുവേണ്ടി +1. സോ ഞാനും കൂടി ഐ ഗിവ് യു 8 out of 10. യുവർ ടോട്ടൽ ഇസ് 24. Thank you, Master. എന്ത് മിസ്സായി? മാസ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ, എന്ത് മിസ്സായി ചോദിക്കുന്നു ഒരാൾ. നിന്റെ മാർക്ക് ഇപ്പൊ റിലേ മിസ്സാൻ പോകുന്നുണ്ട്. നിനക്ക് എത്ര മാർക്ക് കിട്ടി ഇതുവരെ? അതുപോലെ ഓർമ്മയില്ലേ? ഇവനാണോ മാസ്റ്റർ നമ്മൾ 50 ലക്ഷം കൊടുക്കാൻ പോകുന്നത്? 15. എങ്ങനെ 15? 7 8. 7 8 15 ആറ് പറഞ്ഞു എൻ്റെ അടുത്ത്? ഞാൻ പറഞ്ഞു. നീ പറഞ്ഞ എങ്ങനെ അങ്ങനെ ആവും? 7 14. മഴവിൽ മനോരമ 7 14. 8 അല്ലേ വരുന്നത്? ആ ഒരു 7 മാറ്റിയിട്ട് 8 ഇടണം. അപ്പൊ 15. ഹലോ, തെറ്റാണ്. അതിന്റെ മാത്തമാറ്റിക്സ് പറയാം. നമ്മുടെ മഴവിൽ ചാനലിൽ വന്നിട്ട് 1 1 3. അത് പറ്റില്ല. ഇത് 1 1 3 അല്ല. അതേപോലെ തന്നെ നിനക്ക് എങ്ങനെ 15 കിട്ടും? നീ മാത്സിന് ജയിക്കാറുണ്ടോ? സത്യം പറ. നീ ആദ്യം സ്കൂളിൽ പോകാറുണ്ടോ? അത് പറ. ഫുൾ മാർക്കാണ്. മാത്സിന് ഫുൾ മാർക്കാണ്. ഏത് മാത്സില്? കുട്ടിക്കാലത്ത് അല്ലേ? പിന്നെ കുട്ടിക്കാലത്ത് മാത്സിന് ഭയങ്കര ഫുൾ 10 മാർക്ക്. വർഷം മുമ്പേ. സോ അജാസ്, ഇതുവരെ നിന്റെ ടോട്ടൽ 15 ആണ്. ഞാനും കൂടി നിനക്ക് 8 മാർക്ക് തരുന്നുണ്ട്. യുവർ ടോട്ടൽ ഇസ് 23. സോ ഇന്നത്തെ ഈ ശനിയാഴ്ചയിൽ നിന്നും നിങ്ങളോട് വിട പറയാൻ നിൽക്കുമ്പോൾ അടുത്ത ശനിയാഴ്ച വരേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വിധി നിർണയത്തിനുള്ള ഒരുക്കങ്ങളാണ്. സോ നിങ്ങളെല്ലാവരും ഐഡിയ ഡി ഫോർ ഡാൻസിന്റെ ഫാമിലിയുടെ സൂപ്പർ ഫിനാലയ്ക്ക് വേണ്ടി ഈ ഒരാഴ്ച ഒരുങ്ങിക്കൊള്ളുക. ടൈം ടു സേ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഐഡിയ ഡി ഫോർ ഡാൻസ്.